നവജാത ശിശുവിനെ കൊച്ചി സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയ സംഭവത്തിൽ കുഞ്ഞിനെ ജാർഖണ്ഡ് CWCക്ക് കൈമാറാൻ ഉത്തരവ്. എറണാകുളം ശിശുക്ഷേമ സമിതിയാണ് ഉത്തരവിട്ടത്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട്. അർച്ചന, ഒരു സമയത്ത് ഏറെ ദൗർഭാഗ്യകരമായ, ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയ സംഭവം. ഐസിയുയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞിനെയായിരുന്നു ഇത്തരത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ ഉപേക്ഷിച്ചത്. ഇപ്പോൾ ആ കുഞ്ഞിനെ ജാർഖണ്ഡ് CWCക്ക് കൈമാറാനുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർ സ്വകാര്യ ആശുപത്രി ICUയിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ കഴിഞ്ഞ കുറച്ചു കാലമായി എറണാകുളത്ത് ഒരു കേന്ദ്രത്തിൽ സുരക്ഷിതമായി താമസിക്കുകയായിരുന്നു. ഏപ്രിൽ 10-നാണ് കുട്ടിയെ ശിശുക്ഷേമ വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ പ്രധാനമായും വന്നിരിക്കുന്നത് കുഞ്ഞിനെ ജാർഖണ്ഡ് CWCക്ക് കൈമാറാൻ ഉത്തരവ് വന്നിരിക്കുകയാണ്. എറണാകുളം ശിശുക്ഷേമ സമിതിയാണ് ഇതിൽ സംബന്ധിച്ച് ഉത്തരവിട്ടത്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്കാണ് ഇതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ കുട്ടിയെ ആവശ്യപ്പെട്ട് ഈ മാതാപിതാക്കൾ എത്തിയിരുന്നു. അപ്പോൾ പ്രധാനമായും അവിടുത്തെ ശിശുക്ഷേമ സമിതി ഇവരെ പശ്ചാത്തലം അന്വേഷിക്കാൻ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത് കുഞ്ഞിനെ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ജാർഖണ്ഡ് സ്വദേശികൾ CWCയെ സമീപിച്ചിരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും എല്ലാം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കുഞ്ഞിനെ ജാർഖണ്ഡ് CWCക്ക് കൈമാറാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അവർക്ക് ഈ കുഞ്ഞിനെ ഈ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ ഇതിൽ ഉത്തരവിലൂടെ മനസ്സിലാക്കുന്നത്. ശരി അർച്ചന, നവജാത ശിശുവിനെ കൊച്ചി സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയ സംഭവത്തിൽ കുഞ്ഞിനെ ജാർഖണ്ഡ് CWCക്ക് കൈമാറാൻ ഉത്തരവ്. എറണാകുളം ശിശുക്ഷേമ സമിതിയാണ് ഉത്തരവിട്ടത്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ മന്ത്രി വീണ ജോർജ് കുഞ്ഞിന് നിധി എന്ന പേര് വരെ നൽകിയിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുഞ്ഞിനായി മാതാപിതാക്കൾ എത്തുന്നതും കുഞ്ഞിനെ ജാർഖണ്ഡ് CWCക്ക് കൈമാറാനുള്ള ഉത്തരവ് വന്നതും. അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്.